ഉണ്ടാക്കാൻ പോണത് മുരിങ്ങയിലയും പരിപ്പും കൂടെയുള്ള കറിയാണ്. അപ്പോൾ ഇത് അത്ര സ്പെഷ്യലായിട്ടൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ നമ്മുടെ രീതിയിൽ എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മുരിങ്ങ ഇതാ നമ്മൾ നന്നാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കാൻ പോകണം. പരിപ്പ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിക്കഴിഞ്ഞാൽ കറി ഒരുപാട് കൊഴുപ്പാകും. അപ്പോൾ മുരിങ്ങയിൽ എത്രയാണോ അതിൻ്റെ അളവിനനുസരിച്ച് പരിപ്പ് എടുക്കാം. ജലദോഷമൊക്കെ ആയതുകൊണ്ട് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതെല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം. ഉപ്പ് നമ്മൾ വേവാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചാൽ മതി. ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചാണ്. ഞങ്ങൾക്ക് 2 വിസിലടിക്കുമ്പോഴും പാകത്തിനുള്ള വേവായി കിട്ടാറുണ്ട്. പരിപ്പ് ഒരുപാട് വെന്ത് അങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫ്. പരിപ്പ് നമ്മളിത് അയറൊക്കെ കഴിഞ്ഞ് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നു. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. മുളക് പൊടികളൊന്നും ഇടുന്നില്ല. പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമാണ് നമ്മുടെ ഈ കറിയിലുള്ളത്. ഇപ്പോൾ ഒരു 2 പച്ചമുളക് ഇതിൽ അരിഞ്ഞ് വരുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക്. പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് നമ്മൾ 1 വിസിലാണ് ഇനി അടുപ്പിക്കുന്നത്. 1 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ എയർ തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ തന്നെ നമുക്ക് എയർ കളയാം. കാരണം മുരിങ്ങ ഒരുപാട് വെന്തുടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കയ്പ്പുണ്ടാവും. അപ്പോൾ നമുക്ക് 1 വിസിലടിച്ചിട്ട് എയർ നമുക്ക് കളഞ്ഞിട്ട് കറിയില വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അത് 1 മുറി തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചമുളകാണ് പറഞ്ഞല്ലോ, മുളക് പൊടിയല്ല നമ്മൾ ഇടുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ അത്യാവശ്യം എരിവ് കഴിക്കുന്ന ആൾക്കാർ ആയതുകൊണ്ട് ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 1 വിസിലടിച്ചിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് എയറൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഉപ്പ് ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. കറി ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ പച്ചമുളക്, നല്ല ജീരകം, തേങ്ങയും കൂടി അരച്ചെടുത്താണ്. നമ്മൾ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരുപാട് തിളയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കടുക് വറുത്ത് താളിച്ചെടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയിലാണ് നമ്മൾ കടുക് വറുത്തിടാൻ പോകുന്നത്. 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ കറിയുടെ ഫൈനൽ ലുക്ക്. ഞാനും വീഡിയോ കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതും ഒരു ഓംപ്ലേറ്റും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ സൂപ്പർ ആയിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.